ടീം മാറ്റ്കമ്മിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് SLCയുടെ പുതിയ അപ്ഡേറ്റഡ് ടെക്സ്റ്റ് ബുക്കിനകത്ത് ചാപ്റ്റർ 1 അരിത്തമെറ്റിക് സീക്വൻസിനകത്ത് മറ്റൊരു പോർഷൻ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ ഇൻഫോർമേറ്റീവ് കണ്ടന്റ്സിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ്സിലുള്ള അഭിപ്രായം മറക്കാതെ കമന്റ് ചെയ്യുക. സോ ഈ ഒരു നമ്മൾ ഡിസ്കസ് ചെയ്യാവുന്ന ടോപ്പിക്കാണ് ചേഞ്ചസ് ഇൻ പൊസിഷൻ ആൻഡ് ടേംസ്. ചേഞ്ചസ് ഇൻ പൊസിഷൻ ആൻഡ് ടേംസ്. സോ ബേസിക്കലി നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ഉണ്ടെന്ന് വിചാരിക്കുക. 19, 28, 37 എക്സെട്ര എന്ന് പറയുമ്പോൾ ഈ 19 എന്ന് പറയുന്നത് ഒന്നാമത്തെ ടൈമാണ്. 28 എന്ന് പറയുന്നത് രണ്ടാമത്തെ ടൈമാണ്. 37 എന്ന് പറയുന്നത് മൂന്നാമത്തെ ടൈമാണ്. 27 എന്ന് പറയുന്നത് മൂന്നാമത്തെ ടൈമാണ്. അതായത് ഈ 1, 2, 3 എന്ന് പറയുന്നത് പൊസിഷൻ ഓഫ് ദ ടൈം ആണ്. 1, 2, 3 എന്ന് പറയുന്നത് പൊസിഷൻ ഓഫ് ദ ടൈം ആണ്. ആ ടൈമിന്റെ വാല്യൂ ഓഫ് ദ ടേം എന്ന് പറയുന്നത് 19, 28, 37 ആണ്. സോ നമുക്കിവിടെ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും പൊസിഷൻ നമ്പർ എന്ന് പറയുമ്പോൾ 1 കൂടുമ്പോൾ, ഫോർ എക്സാമ്പിൾ ഫസ്റ്റ് ടൈമിൽ നിന്ന് സെക്കൻഡ് പൊസിഷൻ എന്ന് പറയുന്നത് 1 കൂടുമ്പോൾ ടൈം വാല്യൂ എന്ന് പറയുന്നത് 19 + 9 28, 9 കൂടുന്നു. ഇവിടുത്തെ കേസിനകത്ത് പൊസിഷൻ എന്ന് പറയുന്നത് 1 കൂടുമ്പോൾ ടൈമിന്റെ വാല്യൂ എന്ന് പറയുന്നത് 9 കൂടും. അതേപോലെ എന്താണ് 2 നിന്ന് 3 കൂടുമ്പോൾ പൊസിഷൻ 1 കൂടുന്നു. അപ്പൊ എന്താ ടൈമിന്റെ വാല്യൂ 28 + 9 37 ആയി മാറുന്നു. നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായി പൊസിഷൻ 1 കൂടുമ്പോൾ, ഈ കേസിനകത്ത് പൊസിഷൻ 1 കൂടുമ്പോൾ ടൈമിന്റെ വാല്യൂ അല്ലെങ്കിൽ ടൈം എന്ന് പറയുന്നത് 9 കൂടുന്നു. ക്ലിയർ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ ഈ ഒരു സീരീസിന്റെ 10ാമത്തെ ടൈം എന്ന് പറയുന്നത്, ഈ സീരീസിന്റെ 10ാമത്തെ ടൈം എന്ന് പറയുന്നത്, ഈ 10ാമത്തെ ടൈം എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഒന്നാമത്തെ ടൈമിൽ നിന്ന് 9 ടൈമുകൾ കൂടുന്നതാണ് 10ാമത്തെ ടൈം എന്ന് പറയുന്നത്. ഒന്നാമത്തെ ടൈമിന്റെ കൂടത്തില് പൊസിഷൻ എടുത്തു കഴിഞ്ഞാൽ 9 ടൈമുകൾ കൂടി വരുന്നതാണ് 10ാമത്തെ ടൈം എന്ന് പറയുന്നത്. അപ്പൊ പൊസിഷൻ ഒന്നാമത്തെ പൊസിഷനിൽ നിന്ന് രണ്ടാമത്തെ പൊസിഷനിലേക്ക് വരുമ്പോൾ 9 കൂടുമെങ്കിൽ, ഒന്നാമത്തെ പൊസിഷനിൽ നിന്ന് രണ്ടാമത്തെ പൊസിഷനിലേക്ക് വരുമ്പോൾ 9 കൂടുമെങ്കിൽ ടൈമിന്റെ വാല്യൂ 9 കൂടുമെങ്കിൽ, ഒന്നാമത്തെ പൊസിഷനിൽ നിന്ന് 10ാമത്തെ പൊസിഷനിലേക്ക് വരുമ്പോൾ എത്ര കൂടണം? 9 × 9 കൂടണം. കാരണം എന്താണ്? പൊസിഷൻ ഓഫ് ദ ടൈം എന്ന് പറയുന്നത് 1 നിന്ന് 10 ആയി, അതായത് 9 കൂടി. അങ്ങനെയാണെങ്കിൽ ഓരോ തവണയും ടൈമിന്റെ വാല്യൂ എന്ന് പറയുന്നത് 9 വീതം കൂടണം, അതായത് 9 × 9. ക്ലിയറാ? അപ്പൊ ഒന്നാമത്തെ ടൈം എന്ന് പറയുന്നത് 19 + 9 × 9, 9 × 9, അതായത് 19 + 9, 81. സോ 19 + 81 100 എന്ന് കിട്ടും. നേരെ തിരിച്ച് 37 എന്ന് പറയുന്നത് മൂന്നാമത്തെ ടൈമാണ്. അങ്ങനെയാണെങ്കിൽ 10ാമത്തെ ടൈം കണ്ടുപിടിക്കാൻ പൊസിഷൻ ഓഫ് ദ ടൈം എന്ന് പറയുന്നത് 7 കൂടി. അങ്ങനെയാണെങ്കിൽ ടൈമിന്റെ വാല്യൂ എന്ന് പറയുന്നത് 7 × 9 കൂടണം. 9, 7, 63. അപ്പൊ 37 + 63 എന്ന് പറയുമ്പോൾ 100 എന്ന് കിട്ടും. ഓക്കെ, നമുക്ക് മറ്റൊരു എക്സാമ്പിൾ എടുത്ത് നോക്കാം. വേറൊരു സീരീസിന്റെ കേസിനായി നമുക്ക് എടുത്ത് നോക്കാം. ഇപ്പൊ നമ്മൾ വേറൊരു സീരീസ് നോക്കുവാണെങ്കിൽ 91, 82, 73. ഒന്നാമത്തെ ടൈം എന്ന് പറയുന്നത് 9 ആണ്. രണ്ടാമത്തെ ടൈം എന്ന് പറയുന്നത് 82 ആണ്. മൂന്നാമത്തെ ടൈം എന്ന് പറയുന്നത് 73 ആണ്. സോ നമ്മളിവിടെ നോക്കിക്കേ, ഒന്നാമത്തെ ടൈമിൽ പൊസിഷൻ എന്ന് പറയുന്നത് 1 കൂടുമ്പോൾ ടൈമിന്റെ വാല്യൂ എന്ന് പറയുന്നത് 9 കുറയുന്നു. 91 നിന്ന് 9 കുറച്ചാൽ 82 കിട്ടും. അതേപോലെ പൊസിഷൻ എന്ന് പറയുന്നത് 2 നിന്ന് 3 കൂടുമ്പോൾ ടൈമിന്റെ വാല്യൂ എന്ന് പറയുന്നത് വീണ്ടും 9 കുറയുന്നു. ക്ലിയറാ? അങ്ങനെയാണെങ്കിൽ ഈ സീരീസിന്റെ 10ാമത്തെ ടൈം എന്ന് പറയുന്നത് എന്ത് വരും? ഈ സീരീസിന്റെ മൂന്നാമത്തെ ടൈം എന്ന് പറയുന്നത് 73 ആണ്. അപ്പൊ പൊസിഷൻ ഓഫ് ദ ടൈം എന്ന് പറയുന്നത് 3 നിന്ന് 10 ആവുമ്പോൾ എന്ത് സംഭവിക്കുന്നു? 7 കൂടുന്നു. അങ്ങനെയാണെങ്കിൽ ടൈമിന്റെ വാല്യൂ എന്ന് പറയുന്നത് 7 × -9 കൂടണം. കാരണം എന്താ? 91 കൂടി -9 കൂടുമ്പോഴാണ് 82 കിട്ടുന്നത്, അല്ലെ 91 9 കുറയ്ക്കുന്നു. സോ 9, 7, 63, 73 + -63, 73 - 63 10. സോ 10ാമത്തെ ടൈം എന്ന് പറയുന്നത് 10 എന്ന് കിട്ടും. 9, 63. സോ 73 നിന്ന്
63 കുറച്ചാൽ പത്താമത്തെ ടൈം എന്ന് പറയുന്നത് 10 ആയിരിക്കും. നമ്മൾ ഒന്നാമത്തെ ടൈമിൽ നിന്ന് കണ്ടുപിടിക്കുന്നെങ്കിലോ ഒന്നാമത്തെ ടൈമിന്റെ വാല്യൂ എന്ന് പറയുന്നത് 91 ആണ്. പത്താമത്തെ ടൈം എന്ന് പറയുമ്പോൾ പൊസിഷൻ എന്ന് പറയുന്നത് 9 പ്രാവശ്യം കൂടി. അങ്ങനെയാണെങ്കിൽ ടൈമിന്റെ വാല്യൂ എന്ന് പറയുന്നത് 9 പ്രാവശ്യം കൂടണം. 9 ഇൻറ്റു ഒരു പ്രാവശ്യം ടൈമിന്റെ വാല്യൂ എത്രയാണ് കൂടുന്നത്? -9. അതായത് 91 പ്ലസ് -81. 91 മൈനസ് 81 ഈക്വൽ ടു 10. സോ 10 ആയിരിക്കും വാല്യൂ എന്ന് പറയുന്നത്. ക്ലിയർ? നമുക്കപ്പോൾ അങ്ങനെ ഏത് സീക്വൻസ് വന്നാലും കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ചിലപ്പോൾ ഇത് ഇച്ചിരി കൺഫ്യൂസീവ് ആയി തോന്നുന്നെങ്കിൽ ഒരു ഇക്വേഷൻ വഴി വേണമെങ്കിൽ നമുക്കിത് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഒരു സീരീസിന്റെ ഒന്നാമത്തെ ടൈം എന്ന് പറയുന്നത് x1 ആണെന്ന് വിചാരിക്കുക. കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് d ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഏത് ടൈമിന്റെ വാല്യൂ വേണമെങ്കിലും xn ഈസ് ഈക്വൽ ടു x1 ഫസ്റ്റ് ടേം പ്ലസ് n-1 ഇൻറ്റു d യിൽ നിന്ന് കണ്ടുപിടിക്കാം. കാരണം ഒന്നാമത്തെ ടൈമിനോട് കൂടി 2 കോമൺ ഡിഫറൻസ് കൂട്ടിയാൽ മൂന്നാമത്തെ ടൈം കിട്ടും. ഒന്നാമത്തെ ടൈമിനോട് കൂടി 9 കോമൺ ഡിഫറൻസ് കൂട്ടിയാൽ 10ാമത്തെ ടൈം കിട്ടും. അങ്ങനെയാണെങ്കിൽ എന്ത് ടൈം എന്ന് പറയുന്നത് ഒന്നാമത്തെ ടൈമിനോട് കൂടി n-1 കോമൺ ഡിഫറൻസ് കൂട്ടുന്നതായിരിക്കും. നമുക്ക് ഈ പ്രീവിയസ് ക്വസ്റ്റ്യനിൽ വേണമെങ്കിൽ നമുക്ക് അപ്ലൈ നോക്കാം. ഈ സീരീസിനകത്ത് ഫസ്റ്റ് ടൈം എന്ന് പറയുന്നത് 19 ആണ്. കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് 9 ആണ്. നമ്മൾ കണ്ടുപിടിക്കേണ്ട 10ാമത്തെ ടൈം ആണ്. x10 ഈക്വൽ ടു ഫസ്റ്റ് ടൈം പ്ലസ് n-1. 10-1 ഈസ് ഈക്വൽ ടു 9d. അപ്പൊ എന്ത് കിട്ടും? ദാറ്റ് ഈസ് ഈക്വൽ ടു x1 ഫസ്റ്റ് ടൈം 19 പ്ലസ് 9 ഇൻറ്റു 9 81. 81 പ്ലസ് 19 100. ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ആൻസറിലേക്ക് എത്താനായിട്ട് പറ്റും. ഈ ഒരു ഏത് മെത്തേഡിൽ വേണമെങ്കിലും നമുക്ക് ആൻസർ കണ്ടുപിടിക്കാം. സോ അങ്ങനെയാണെങ്കിൽ ഈ ഒരു ചോദ്യം നോക്കി, വാട്ട് ഈസ് ദ 25th ടൈം ഓഫ് ദി അരിത്തമെറ്റിക് സീക്വൻസ്? നമുക്കൊരു അരിത്തമെറ്റിക് സീക്വൻസ് തന്നിട്ടുണ്ട് 1, 11, 21. അതായത് ആ സീരീസിന്റെ ഒന്നാമത്തെ ടൈം 1 ആണ്. രണ്ടാമത്തെ ടൈം എന്ന് പറയുന്നത് 11 ആണ്. മൂന്നാമത്തെ ടൈം എന്ന് പറയുന്നത് 21 ആണ്. ഓക്കെ, പൊസിഷൻ എന്ന് പറയുന്നത് 1ൽ നിന്ന് 2 ആവുമ്പോൾ പൊസിഷൻ 1 കൂടുമ്പോൾ ടൈമിന്റെ വാല്യൂ എന്ന് പറയുന്നത് 10 കൂടി. അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തെ ടൈം എന്ന് പറയുന്നത് 1. അങ്ങനെയാണെങ്കിൽ 25ാമത്തെ ടൈം എന്ന് പറയുമ്പോൾ പൊസിഷൻ എന്ന് പറയുന്നത് 1ൽ നിന്ന് 24 കൂടി. അങ്ങനെയാണെങ്കിൽ 1ൽ നിന്ന് 2ലേക്ക് വരാൻ ടൈമിന്റെ വാല്യൂ 10 കൂടിയെങ്കിൽ 1ൽ നിന്ന് 25 വരാൻ ടൈമിന്റെ വാല്യൂ എന്ന് പറയുന്നത് 24 ഇൻറ്റു 10. അപ്പൊ 24 ഇൻറ്റു 10 എന്ന് പറയുമ്പോൾ 240 പ്ലസ് 1 241 എന്ന് കിട്ടും. ഇതാ ഇക്വേഷൻ വെച്ചും കണ്ടുപിടിക്കാം. എങ്ങനെ? xn ഈക്വൽ ടു x1 പ്ലസ് n-1 ഇൻറ്റു d. നമ്മളിവിടെ കണ്ടുപിടിക്കേണ്ടത് 25ാമത്തെ ടൈമാണ്. x25 ഈക്വൽ ടു x1 പ്ലസ് 25 മൈനസ് 1 24 ഇൻറ്റു d. ഫസ്റ്റ് ടൈമിന്റെ വാല്യൂ 1 പ്ലസ് 24 ഇൻറ്റു കോമൺ ഡിഫറൻസിന്റെ വാല്യൂ. ഇവിടുത്തെ കോമൺ ഡിഫറൻസ് എത്രയാ? ഒന്നാമത്തെ ടൈമും രണ്ടാമത്തെ ടൈമും തമ്മിലുള്ള വ്യത്യാസം 10 ആണ്. 24 ഇൻറ്റു 10 240 പ്ലസ് 1 241 എന്ന് കിട്ടി. മറ്റൊരു ചോദ്യം കൂടി നോക്കാം. ദ 10th ടൈം ഓഫ് എ സീക്വൻസ് ഈസ് 46. ഒരു സീക്വൻസിന്റെ 10ാമത്തെ ടൈം എന്ന് പറയുന്നത് 46 ആണ്. ആ സീക്വൻസിന്റെ 11ാമത്തെ ടൈം എന്ന് പറയുന്നത് 51 ആണ്. സോ നമ്മളിവിടെ നമ്മൾ നോക്കിക്കേ, പൊസിഷൻ എന്ന് പറയുന്നത് 10ൽ നിന്ന് 11 ആവുന്നു. സോ പൊസിഷൻ 1 കൂടുമ്പോൾ ഈ പറയപ്പെടുന്ന സീക്വൻസിന്റെ ടൈമിന്റെ വാല്യൂ 46 പ്ലസ് 5 51 5 കൂടുന്നു. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ടൈം ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. സോ നമ്മളിവിടെ നോക്കി, 10ാമത്തെ ടൈമിൽ നിന്ന് ഒന്നാമത്തെ ടൈം വേണമെങ്കിൽ പൊസിഷന്റെ വാല്യൂ എന്ന് പറയുന്നത് 9 കുറയണം. അങ്ങനെയാണെങ്കിൽ ഇവിടെ കൂടിയ ഡിഫറൻസ് എന്ന് പറയുന്നത് 9 ആണെങ്കിൽ ആ ഡിഫറൻസും 9 കുറയണം. സോ നമുക്ക് 9 ടൈംസ് കുറയണം. സോ 9 ഇൻറ്റു 5 45. 46ൽ നിന്ന് 45 കുറഞ്ഞാൽ 1. ഒന്നാമത്തെ ടൈം എന്ന് പറയുന്നത് 1 തന്നെയായിരിക്കും. ഒന്നാമത്തെ ടൈം 1. ഓരോ ടൈമുകൾ തമ്മിലുള്ള വ്യത്യാസം 5 ആണെങ്കിൽ നമുക്ക് എന്തെഴുതാനായിട്ട് പറ്റും? അങ്ങനെ നമുക്ക് എഴുതാം 1, നെക്സ്റ്റ് ടൈം 6, അടുത്ത ടൈം 11, അടുത്ത ടൈം 11, 16, അടുത്ത ടൈം 21, അടുത്ത ടൈം 26 എക്സെട്ര. ഇക്വേഷൻ വെച്ചും കണ്ടുപിടിക്കാം. xn ഈസ് ഈക്വൽ ടു x1 പ്ലസ് n-1 ഇൻറ്റു d. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? 10ാമത്തെ ടൈം x10 എന്ന് പറയുന്നത് 46 ആണെന്ന്. ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ. 46 ഈക്വൽ ടു ഫസ്റ്റ് ടൈമിന്റെ വാല്യൂ നമുക്ക് അറിയത്തില്ല. 10ാമത്തെ ടൈം ആയതുകൊണ്ട് എന്നിന്റെ വാല്യൂ 10 വരും. 10 മൈനസ് 1 9 ഇൻറ്റു കോമൺ ഡിഫറൻസ് എത്രയാ? 10ാമത്തെ ടൈമും 11ാമത്തെ ടൈമും തമ്മിലുള്ള വ്യത്യാസം 5. അതാണ് കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത്. 9 5 45 x1 പ്ലസ് 45 എന്ന് കിട്ടും. അതായത് x1ന്റെ വാല്യൂ എന്ന് പറയുന്നത് 46 മൈനസ് 45 1 എന്ന് കിട്ടും.
1 എന്ന് കിട്ടും. സോ ഫസ്റ്റ് ടേമിന്റെ വാല്യൂ ഇങ്ങനെ വേണമെങ്കിൽ 1 ആണെന്ന് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഇതിൽ ഏത് മെത്തേഡ് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ ഇൻഫോർമേറ്റീവ് കണ്ടന്റ്സിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ്സിലെ അഭിപ്രായം മറക്കാതെ കമന്റ് ചെയ്യുക. കീപ് വാച്ചിങ്, കീപ് ലേണിംഗ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.